അപ്പൊ നമ്മുടെ ലോകത്ത് സോംബികൾ നിറഞ്ഞിരിക്കുകയാണ്. അപ്പൊ ഇപ്പൊ നമ്മൾ അവന്മാര് ആക്രമിക്കാൻ വരും. അപ്പൊ നമുക്ക് സോംബികളെ ഈ കവണ വെച്ചാണ്ട് ഡിഫീറ്റ് ചെയ്യേണ്ടത്. എടാ സുന്ദര, നീ എന്ത് ചെയ്യാ? ടോയ്സ് നീയൊന്നും അറിഞ്ഞില്ല ടോയ്സ്, നമ്മുടെ ലോകത്ത് മൊത്തം സോംബികൾ നിറഞ്ഞിരിക്കുകയാണ്. അപ്പൊ ഇപ്പൊ അവര് നമ്മളെ അറ്റാക്ക് ചെയ്യാൻ വരും ടോയ്സ്. എന്തു സുന്ദര, സത്യാണത്? അത് ടോയ്സ് സത്യാണ്. കാന്റെ ടോയ്സ് ഇവിടുന്നാണ് സോംബികൾ വരുന്നത്. എവിടെ സുന്ദര? ഇവിടുന്ന്. എവിടെ സുന്ദര? ഇവിടെ സോംബികളൊന്നും കാണാനില്ലല്ലോ. ടോയ്സ് ഇപ്പൊ കാണാനില്ല. അതെന്താ എനിക്ക് അറിയില്ല ടോയ്സ്. അപ്പൊ നമുക്ക് ഇതിന്റെ ഉള്ളിലേക്ക് കേറണം എന്നാണ് തോന്നുന്നത്. കണ്ടു ഗൈസ് സോംബികൾ വരുന്നത്. ഗൈസ് ഇപ്പൊ നമുക്ക് ഒരു സോംബിനെ പോലും ഡിഫീറ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം നമ്മുടെ സ്ലിംഗ് ഷോട്ടിന് ഡാമേജ് കുറവാണ്. കണ്ടോ, 0 ഡാമേജ് ആണ്. അപ്പൊ നമുക്കുള്ള ഗൈസ് ഇവിടെ ക്ലിക്ക് ചെയ്തോണ്ട് വേണം നമുക്ക് നമ്മുടെ സ്ലിംഗ് ഷോട്ടിന്റെ ഡാമേജ് കൂട്ടാനായിട്ട്. അത് മാത്രല്ല ടോയ്സ് ഇങ്ങോട്ട് വാ. ടോയ്സ് ഇവിടെ കയറിയാൽ നമുക്ക് കൂടുതൽ ഡാമേജ് കിട്ടും. ആണോ സുന്ദര? അത് ടോയ്സ് കയറി നോക്കി. ഗൈസ് ശരിയാണ്, കണ്ടോ നമുക്കിപ്പൊ നന്നായിട്ട് ഡാമേജ് കയറുന്നുണ്ട്. ലെറ്റ്സ് ഗോ. അപ്പൊ ഇപ്പൊ നമ്മളങ്ങനെ ലെവൽ 2 ആയിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്കുള്ള ഗൈസ് ഈ സോംബികൾ ഡിഫീറ്റ് ചെയ്യാൻ പോവാം. ഞാനുണ്ട്. നമുക്ക് ഒരുമിച്ച് പോവാം. ഓക്കേ ഗൈസ്, കണ്ടു ഗൈസ് ഇപ്പൊ നമ്മൾ ഈ സോംബിനെ ഡിഫീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്കുള്ള ഗൈസ് ഇവിടെ നിന്ന് ഒരു വിന്ന് കിട്ടും. പക്ഷെ അത് നമുക്ക് ഇപ്പൊ കളക്ട് ചെയ്യണ്ട ഗൈസ്. നമുക്ക് സ്റ്റേജ് 2 പോവാം. ഗൈസ് ഇത് ഇത്തിരി പ്രശ്നമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഗൈസ് മുകളിൽ കണ്ട ഗൈസ് നമ്മുടെ ഹെൽത്ത്. അപ്പൊ അത് കഴിയുകയാണെങ്കിൽ നമ്മൾ ഡെഡ് ആവും. കണ്ടു ഗൈസ് നമ്മൾ ഡെഡ് ആയിട്ടുണ്ട്. അപ്പൊ ഞാനുള്ള ഗൈസ് കുറച്ചും കൂടി പവർ ഒന്ന് അപ്പേട്ടെ, എന്നാലും നമുക്ക് അവിടുത്തെ സോംബികളെ ഡിഫീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ ലെറ്റ്സ് ഗോ. അപ്പൊ ഞാനുള്ള ഗൈസ് ലെവൽ 3 ആയിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്ക് അവന്മാരെ ഡിഫീറ്റ് ചെയ്യാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, ആദ്യ സ്റ്റേജ് ഞാൻ അങ്ങനെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അടുത്ത സ്റ്റേജിലുള്ള ഗൈസ് അവന്മാര് വെപ്പൺസ് കൊണ്ടാണ് വരുന്നത്. പക്ഷെ ഇപ്രാവശ്യം ഗൈസ് ഇപ്രാവശ്യം നമ്മൾ എന്തായാലും അവന്മാരെ ഡിഫീറ്റ് ചെയ്യുന്നതാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ ലെറ്റ്സ് ഗോ. ഗൈസ് നമ്മൾ ഈ സ്റ്റേജിൽ നിന്ന് പുറത്തേക്ക് വരാണെങ്കിൽ അവന്മാരെ ഹെൽത്ത് റീജനറേറ്റ് ആവുന്നുണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ ഇതിന്റെ ഉള്ളിൽ നിന്ന് തന്നെ അവന്മാരെ തോപ്പിക്കണം എന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, ഒരുത്തനെ കൊന്നിട്ടുണ്ട്. ഇനി രണ്ടാമത്തവനെ കൊന്നിട്ടുണ്ട്. 3 പേരെ അങ്ങനെ കൊന്നിട്ടുണ്ട്. ലെറ്റ്സ് ഗോ. അപ്പൊ ഇവിടെ നമുക്കുള്ള ഗൈസ് 3 വിന്ന് കിട്ടും. അപ്പൊ ഇപ്പൊ ഞാനത് തൽക്കാലം ഈ 3 വിന്ന് കളക്ട് ചെയ്യാൻ പോവാണ്. കാരണം ഗൈസ് സ്റ്റേജ് 3 നല്ല ഡിഫിക്കൽട്ടി ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ ഞാൻ ഈ 3 വിന്ന് അങ്ങനെ കളക്ട് ചെയ്തിട്ടുണ്ട്. എടാ സുന്ദര, നീ തോക്ക് മേടിച്ചോ? എടാ സുന്ദര, ഇത് കൊള്ളാലോ. തോക്ക് വെച്ച് നമുക്ക് സോംബികൾക്ക് പെട്ടെന്ന് കൊല്ലാൻ പറ്റും. അങ്ങനെയാണല്ലോ സുന്ദര. അത് ടോയ്സ്, അപ്പൊ നിനക്ക് തോക്ക് വേണ്ടേ? വേണം സുന്ദര. എന്നാ ടോയ്സ് ഞാൻ കാണിച്ചു എവിടെ നിന്നാണ് തോക്ക് മേടിക്കണേന്നുള്ളത്. ബാബാ ടോയ്സ് ഇവിടെയാണ് തോക്കുകൾ. കണ്ടോ? അപ്പൊ എന്റെ തോക്ക് ഇതാണ്. അപ്പൊ 3 വിന്നുണ്ടെങ്കിൽ നീ തോക്ക് മേടിച്ചോ. ഗൈസ് അപ്പൊ നമുക്ക് എന്തായാലും ഈ തോക്ക് മേടിക്കാം. ഗൈസ് കണ്ടു ഗൈസ് നമ്മൾ അങ്ങനെ തോക്ക് മേടിച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് പോവല്ലേ? നമുക്ക് ഒരുമിച്ച് സോംബികളെ കൊല്ലാം. അപ്പൊ ഗൈസ് ഇപ്പോഴും ലൈക്ക് അടിക്കാത്ത കൂട്ടാണെങ്കിൽ എന്തായാലും ലൈക്ക് അടിച്ചേക്കാം. ഗൈസ് അപ്പൊ നമുക്ക് ഇവിടുത്തെ എല്ലാ സോംബികളും ടിഷ്കുന്ന് പറഞ്ഞ് വെടി വെച്ച് കൊല്ലണമെങ്കിൽ നിങ്ങൾ എല്ലാവരും മറക്കണ്ടേ സബ്ബേഡ് ഗൈസ്. റെഡിയിൽ ടോയ്സ് പോവല്ലേ നമുക്ക്? ആടെ സുന്ദര, ലെറ്റ്സ് ഗോ. ഓക്കേ ഗൈസ് കണ്ടു ഗൈസ് നമ്മുടെ ഗണ്ണ് എന്തൊരു പവർഫുൾ ആണെന്ന് നോക്കി. അപ്പൊ ഇനി നമുക്കുള്ള ഗൈസ് 3ാം സ്റ്റേജ് ഭയങ്കര ഈസി ആയിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കേ ലെറ്റ്സ് ഗോ ഗൈസ്. അവന്മാരെ ഞാനൊക്കെ വന്നിട്ടുണ്ട്. പക്ഷെ നമ്മുടെ ഹെൽത്ത് കണ്ട ഗൈസ് ഇപ്പൊ പകുതി ആയിട്ടുണ്ട്. ഗൈസ് നമ്മുടെ ഹെൽത്ത് കൂടുന്നുണ്ട്. ലെറ്റ്സ് ഗോ. അപ്പൊ ഇനി നമുക്കുള്ള ഗൈസ് ഈ 3ാം സ്റ്റേജാണ് ഡിഫീറ്റ് ചെയ്യാനുള്ളത്. ഗൈസ് ഇവിടെ ഒരു ബോസ് സോംബി ഉണ്ട്. അതുകൊണ്ട് നമുക്ക് ഇവിടെ ജയിക്കാൻ പറ്റുമെന്ന് തോന്നില്ല ഗൈസ്. നോ, കണ്ടു ഗൈസ് നമ്മൾ ഡെഡ് ആയിട്ടുണ്ട്. എന്തൊരു ടോയ്സ് നോക്കി കളിക്കണ്ടേ? ഞാൻ ഇപ്പുറത്തെത്തി. എടാ സുന്ദര, അവിടെ എനിക്ക് എസ്കേപ്പ് ആവാൻ പറ്റില്ല. അതൊക്കെ പറ്റും ടോയ്സ്, ശ്രമിച്ചാ മതി. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം. ഇവിടെ വന്ന് നമ്മുടെ ഡാമേജ് ഒന്ന് കൂട്ടിയേക്കാം. അപ്പൊ നമുക്ക് റീബർത്ത് ചെയ്യാൻ പറ്റും ഗൈസ്. ലെവൽ 8 ആവണമെങ്കിൽ നമുക്ക് റീബർത്ത് ചെയ്യാൻ പറ്റും. അപ്പൊ ഞാനുള്ള ഗൈസ് വേഗം ഡാമേജ് കൂട്ടിട്ട് വേണം നമുക്ക് ആ ബോസ് സോംബിനെ ഡിഫീറ്റ് ചെയ്യാനായിട്ട്. സുന്ദര ഞാൻ റെഡി. സുന്ദര, നീ പുതിയ തോക്ക് മേടിച്ചല്ലേ? സുന്ദര ഇത് കൊള്ളാം സുന്ദര. ഇതിന് 25 ട്രോഫി വേഗം പോയി മേടിക്ക്. ഇല്ലടാ സുന്ദര, എന്റെ അത്ര ട്രോഫി ഇല്ല. എന്നാ നമുക്ക് സോംബികളെ കൊല്ലാൻ പോവാം. ലെറ്റ്സ് ഗോ. ഇന്നലെ ഞാൻ ഓർക്കുമ്പോ എന്റെ കാലുമേ സോംബി വന്ന് പിടിച്ചു. എന്നിട്ട് എന്തുണ്ടായി സുന്ദര? ഞാൻ കണ്ണൂർ നോക്കിയപ്പോ സോംബി അല്ലായിരുന്നു. പിന്നെ ആരായിരുന്നു? അത് ഷിൻചാനായിരുന്നു. ഞാൻ വിചാരിച്ച സോംബിയാണെന്നാണ്. അപ്പൊ ഞാൻ മുഖത്തൊരു ചവിട്ട് കൊടുത്തു. അപ്പഴാണ് ടോയ്സ് അമ്മയെന്ന് പറഞ്ഞ് കരച്ചിൽ കേട്ടത്. ഞാൻ എനിക്ക് നോക്കിയപ്പോ അത് ഷിൻചാനായിരുന്നു. എടാ സുന്ദര, എന്നിട്ട് ഷിൻചാൻ എന്തെങ്കിലും പറ്റിയോ? ടോയ്സ് ഷിൻചാന്റെ ഫ്രണ്ടില് 3 പല്ലല്ലേ, അതിലൊരു പല്ല് പോയി ടോയ്സ്. എന്താ സുന്ദര നീ പറയണത്? അവന്റെ പല്ല് പോയിന്നോ? ആദ്യം ടോയ്സ് അവന്റെ പല്ല് ഞാൻ അടിച്ചു തെറിപ്പിച്ചു. കൊള്ളാം സുന്ദര കൊള്ളാം. ഗൈസ് കണ്ടു ഗൈസ് ഇവിടുത്തെ സോംബികള്. ഗൈസ് നമ്മൾ ഡെഡ് ആയിട്ടുണ്ട്. നമുക്ക് ആ ട്രോഫി മര്യാദയ്ക്ക് കളക്ട് ചെയ്താൽ മതിയായിരുന്നു. അങ്ങനെയാണെങ്കിൽ ഗൈസ് നമുക്ക് ആ പുതിയ ഗണ്ണ് മേടിക്കായിരുന്നു. അപ്പൊ ഞാൻ പോയിട്ട് 10 വിന്നൊന്ന് കളക്ട് ചെയ്തിട്ട് വരാം. ഓക്കെ ലെറ്റ്സ് ഗോ. ഈ ബോസ് സോംബിനെ ഞാൻ കൊന്നിട്ടുണ്ട്. എന്നിട്ടുള്ള ഗൈസ് ഈ 10 വിന്ന് ഞാൻ അങ്ങനെ കളക്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്കുള്ള ഗൈസ് ഈ ഗണ്ണ് മേടിക്കാൻ പറ്റും. ഗൈസ് കണ്ടു ഗൈസ് ഇത് ഷോർട്ട് ഗണ്ണാണ്. ഓക്കെ, അപ്പൊ അത് ഞാൻ അങ്ങനെ മേടിച്ചിട്ടുണ്ട്. കണ്ടോ? എന്താണ് ഗൈസ് സൗണ്ട് കേൾക്കണത്? എന്താണ് സുന്ദര ഇതിന്റെ കയ്യില്? താറാവ് തോക്ക്. എടാ സുന്ദരൻ, നിനക്ക് എങ്ങനെയാണ് ഇങ്ങനത്തെ തോക്കുകളൊക്കെ കിട്ടണത്? ഇത്
ടയർ തോക്കാണ്. ഇതിന് നല്ല ഡാമേജ് ആണ്, നിനക്കറിയോ? ഗൈസ് സുന്ദരൻ പറഞ്ഞ കറക്റ്റ് ആണ്. താറാവ് തോക്ക് അവിടെ ഉണ്ട്. അതിന് 100 വിൻസ് ആണെന്ന് എനിക്ക് തോന്നുന്നത്. കണ്ടുപിടിച്ചല്ലോ ടോയ്സേ. ആടെ സുന്ദരൻ കണ്ടുപിടിച്ചു. എന്നാ ഞാൻ പോയിട്ട് കുറച്ച് സോംബികളെ കൊല്ലട്ടെ. ബൈ. ഓക്കെ, അപ്പൊ നമുക്ക് സുന്ദരന്റെ പിന്നാലെ പോയോക്കാം. ഗൈസ് കണ്ടു ഗൈസ്, നമ്മുടെ ഷോട്ട് ഗൺ വെച്ച് നമ്മള് പെട്ടെന്ന് തന്നെ സോംബികളൊക്കെ കൊല്ലാനുണ്ട്. ഓക്കെ, അങ്ങനെ നമ്മള് സ്റ്റേജ് 3 എത്തിയിട്ടുണ്ട്. ഇവിടുത്തെ സോംബികളെ നമ്മൾ ഭയങ്കര ഈസി ആയിട്ട് അങ്ങനെ കൊന്നിട്ടുണ്ട് ഗൈസ്. ഓക്കെ, അപ്പൊ അടുത്തുള്ള ഗൈസ് സ്റ്റേജ് 4 ആണ്. അപ്പൊ ഇവിടെ നമ്മൾ ഭയങ്കര സൂക്ഷിച്ച് വേണം പോകാനായിട്ട്. ഊനു ഗൈസ് കണ്ടു ഗൈസ്, ഇവിടുത്തെ സോംബികളെ ഡിഫീറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് കുറേയധികം പവർ വേണമെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം ഗൈസ്, ഇവിടെ വന്നിട്ട് കുറച്ച് പവർ അപ്പ് ചെയ്തേക്കാം. ഗൈസ് അങ്ങനെ ഫൈനലി നമുക്ക് 10k ഡാമേജ് ആയിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്കുള്ള ഗൈസ് ആ സ്റ്റേജ് 4 ഈസി ആയിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത് ഗൈസ്. ഞാൻ വേഗം ഒന്ന് അവിടെ ഓടി എത്തിട്ടെ. ചാവട 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 ചാവട. ഓക്കെ ഗൈസ്, അങ്ങനെ നമ്മള് ഇവന്മാരെ ഡിഫീറ്റ് ചെയ്ത് സ്റ്റേജ് 4 എത്തിയിട്ടുണ്ട്. അപ്പൊ ഇവിടുത്തെ സോംബികളെ ഡിഫീറ്റ് ചെയ്യണമെങ്കിൽ ഗൈസ് നമുക്ക് 25 വിന്ന് വെച്ച് കിട്ടും. കണ്ടോ? ഓക്കെ, അപ്പൊ ഞാൻ ഇവന്മാരെ ഡിഫീറ്റ് ചെയ്യാൻ പറ്റുമോ നോക്കട്ടെ. ഗൈസ് കണ്ടു ഗൈസ്, നമ്മളവന്മാരെ ഭയങ്കര ഈസി ആയിട്ട് ഡിഫീറ്റ് ചെയ്തേക്കണത്. അപ്പൊ അടുത്ത സ്റ്റേജിലോട്ട് നമുക്ക് പോവാൻ പറ്റുമോന്ന് അറിയില്ല. ഗൈസ് ഇത് ഇത്തിരി സീനാണ്. അതുകൊണ്ട് തന്നെയുള്ള ഗൈസ് ഞാൻ 25 വിന്ന് കളക്ട് ചെയ്തിട്ട് പുതിയ ഗണ്ണ് മേടിക്കാൻ പറ്റുമോ നോക്കട്ടെ. ഓക്കെ ഗൈസ്, ഞാനങ്ങനെ പുതിയ പിസ്റ്റൽ അങ്ങനെ മേടിച്ചിട്ടുണ്ട്. ലെറ്റ്സ് ഗോ. അപ്പൊ നമുക്ക് ഈ ഡാമേജ് ഒന്നും പോരാട്ടെ ഗൈസ്. അപ്പൊ ഞാൻ ഇവിടെ വന്ന് കുറച്ചേരം ഇവിടെ ഒന്ന് ട്രെയിൻ ചെയ്തിട്ട് കുറച്ചും കൊണ്ട് ഡാമേജ് അപ്പ് ചെയ്യട്ടെ. എന്നാലാണ് നമുക്ക് സ്റ്റേജ് 5 എസ്കേപ്പ് ആവാൻ പറ്റുള്ളൂ. അഞ്ചാം സ്റ്റേജ് കഴിഞ്ഞ 6ാം സ്റ്റേജ് ഉണ്ട്. ആ സ്റ്റേജ് ഭയങ്കര ഡിഫിക്കൽട്ട് ആണ് ടോയ്സേ. ഞാനത് റീബർത്ത് ചെയ്യാൻ പോവാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് 2x വെച്ച് പവർ കിട്ടും. ആണോ സുന്ദര? അത് ടോയ്സേ. ഗൈസ് കണ്ടു ഗൈസ്, ശരിയാണ്. നമുക്ക് റീബർത്ത് ചെയ്യണമെങ്കിൽ നമുക്ക് 2 പവർ കൂടുതൽ കിട്ടും. ഓക്കെ ഗൈസ്, അപ്പൊ നമുക്കുള്ള ഗൈസ് മാക്സിമം സ്റ്റേജ് ഒക്കെ കംപ്ലീറ്റ് ചെയ്തിട്ട് നമുക്ക് റീബർത്ത് ചെയ്തേക്കാം. അതാണ് നല്ലത്. ഞാൻ പോവാണ്. പിന്നെ അത് മാത്രല്ല ഗൈസ്, കണ്ടു റീബർത്ത് ചെയ്യണമെങ്കിൽ നമുക്ക് ഇവിടെ കയറാൻ പറ്റും. ഇവിടുന്ന് നമുക്ക് 2 പവർ കിട്ടും. ഓക്കെ ഗൈസ്, അങ്ങനെ നമ്മൾ ലെവൽ 8 ആയിട്ടുണ്ട്. ലെറ്റ്സ് ഗോ. അപ്പൊ ഇനി നമുക്ക് റീബർത്ത് ചെയ്യാൻ പറ്റില്ല ഗൈസ്. പക്ഷെ ഞാനുള്ള ഗൈസ് ഇപ്പൊ ഞാൻ റീബർത്ത് ചെയ്യാനില്ല. നമുക്ക് സ്റ്റേജ് 5 കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും നോക്കാം. ചാവട 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 ചാവട. കണ്ടു ഗൈസ്, ഇവന്മാരൊക്കെ നമ്മള് എന്ത് സിമ്പിൾ ആയിട്ടാണ് ഡിഫീറ്റ് ചെയ്യണത് നോക്കിയേ. അതിന് കാനുള്ള ഗൈസ് നമ്മൾ ഡാമേജ് കണ്ടു 41k ആയിട്ടുണ്ട്. ഗൈസ് കണ്ടു ഗൈസ്, ഇവന്മാരൊക്കെ നമ്മൾ ഭയങ്കര ഈസി ഡിഫീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതാണ് ഗൈസ് 6ാമത്തെ സ്റ്റേജ്, സുന്ദരൻ പറഞ്ഞ സ്റ്റേജ്. അപ്പൊ ഇവിടേക്ക് നമുക്ക് പോയേക്കാം. ഗൈസ് കണ്ടു ഗൈസ്, ഇവിടെ ഒരു വലിയൊരു ബോസ് ഉണ്ട്. അവൻ നമുക്ക് ഡിഫീറ്റ് ചെയ്യാൻ പറ്റും തോന്നിയടാ ഗൈസ്. അപ്പൊ ഞാൻ എന്തായാലും 200 വിൻ അങ്ങനെ കളക്ട് ചെയ്തിട്ട് ഇതേ താറാവ് കുട്ടനെ മേടിക്കാൻ പോവാണ്. ഗൈസ് കണ്ടു ഗൈസ്, നമ്മള് താറാവ് കുട്ടന്റെ തോക്ക് മേടിച്ചിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്കൊന്ന് അവിടെ വരെ ഒന്ന് പോയി നോക്കാം. അപ്പൊ ഇപ്പൊ നമുക്കുള്ള ഗൈസ് ചിലപ്പോ അവനെ ഡിഫീറ്റ് ചെയ്യാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നണത്. നമുക്ക് എന്തായാലും നോക്കി നോക്കാം. ഓക്കെ, അങ്ങനെ നമ്മൾ സ്റ്റേജ് 5 എത്തിയിട്ടുണ്ട്. അപ്പൊ അടുത്ത സ്റ്റേജിലാണ് ഗൈസ് ആ ബോസ് ഉള്ളത്. പക്ഷെ നമുക്ക് അവനെ ഡിഫീറ്റ് ചെയ്യാൻ പറ്റുമോന്ന് അറിയില്ല. നോ ഗൈസ് കണ്ടു ഗൈസ്, ഇവനെ ഡിഫീറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് നല്ല പവർ വേണം. നോ. അപ്പൊ ഞാനുള്ള ഗൈസ് എന്തായാലും റീബർത്ത് ചെയ്യാൻ പോണേ. പക്ഷെ റീബർത്ത് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഗണ്ണൊക്കെ പോകുന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ ഞാനുള്ള ഗൈസ് ഞാൻ എന്തായാലും റീബർത്ത് ചെയ്യാൻ പോവാണ്. ലേസ് ഗൈസ്, ഞാൻ ഇങ്ങനെ റീബർത്ത് ചെയ്തിട്ടുണ്ട്. നോ ഗൈസ് കണ്ടു ഗൈസ്, നമ്മുടെ ഗണ്ണൊക്കെ മാറി വീണ്ടും സ്ലിംഗ് ഷോട്ട് ആയിട്ടുണ്ട്. നോ. അപ്പൊ ഇനി നമുക്കുള്ള ഗൈസ് ഇവിടെ കയറാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അതെ ഗൈസ് കണ്ടു, ഇനി നമുക്ക് ഇവിടെ കയറാൻ പറ്റും. അപ്പൊ ഞാനുള്ള ഗൈസ് മാക്സിമം ഡാമേജ് ആക്കിയിട്ട് നമ്മുടെ പഴയ ഗണ്ണുകളൊക്കെ ഒന്ന് മേടിക്കട്ടെ ഗൈസ്. ഗൈസ് അങ്ങനെ നമ്മുടെ ഇപ്പോ 148 ട്രോഫി ആയിട്ടുണ്ട്. അപ്പൊ ഞാനുള്ള ഗൈസ് നമ്മുടെ അവസാനത്തെ ഡക്കിന്റെ ഗണ്ണങ്ങനെ മേടിച്ചിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്കുള്ള ഗൈസ് 500 വിന്ന് കൊടുത്ത് ഈ ഗണ്ണാണ് മേടിക്കേണ്ടത്. പക്ഷെ ഇത് ഏതാണ് ഗൺ ഗൈസ്? എനിക്കറിയില്ല ഗൈസ്. ഇതെന്തോ ഒരു സൂട്ട് കേസിന്റെ ഗണ്ണാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ ഏറ്റവും അവസാനത്തെ ഗണ്ണുള്ള ഗൈസ് ഇതാണ് ഏറ്റവും അവസാനത്തെ ഗണ്ണ്. കണ്ടോ, ഇതിന് നമ്മള് 5 ബില്യൺ വിന്ന് കൊടുക്കണം. എന്നാലും നമുക്ക് ഈ ഗണ്ണ് മേടിക്കാൻ പറ്റുള്ളൂ. ഊനോ. അപ്പൊ നമുക്കുള്ള ഗൈസ് മാക്സിമം ട്രെയിൻ ചെയ്തിട്ട് കുറേയധികം ഡാമേജ് ആക്കിയേക്കാം. എന്താണ് സുന്ദര? ബാക്കിലായിട്ട് തവളക്കുട്ടനും പൂച്ചക്കുട്ടനും. എവിടെ സുന്ദര? എടാ സുന്ദര, പൂച്ചക്കുട്ടനല്ല, അത് ഹാംസ്റ്റർ ആണ്. എന്ത് ടോയ്സേ? എലിക്കുട്ടനാണോ? അതെടാ സുന്ദര, അവൻ തന്നെ. ഞാൻ പൂച്ചക്കുട്ടനാന്ന് വിചാരിച്ചിരിക്കായിരുന്നു. അപ്പൊ ടോയ്സ് നിനക്ക് പെറ്റിന് വേണ്ടേ? ആ സുന്ദര, എനിക്ക് വേണം. എന്നാ ബാ എന്റെ പിന്നാലെ വാ. ഓക്കേ ഗൈസ്, അപ്പൊ നമുക്കും പെറ്റിനെ മേടിച്ചേക്കാം. കണ്ടോ ടോയ്സ്, ഇവിടെ നിന്നാണ് നമുക്ക് പെറ്റിന് മേടിക്കേണ്ടത്. ഗൈസ് കണ്ടോ, ഒരു പെറ്റിനെ മേടിക്കാനായിട്ട് നമുക്ക് 1k വിൻസ് വേണം. അതെ ടോയ്സ്, 1k വിൻ വേണം. എന്നാലും നമുക്ക് എഗ് മേടിക്കാൻ പറ്റുള്ളൂ. എടാ സുന്ദര, ഇത് കുറച്ച് നേരത്തെ പറയുന്നില്ലേ? സോറി ടോയ്സ്, ഞാൻ മറന്നുപോയി. അപ്പൊ നമുക്കൊരു കാര്യം ഗൈസ്, നമുക്ക് വേഗം തന്നെ 1k വിൻ ആക്കണം. ആ ടോയ്സ്, ഞാനുണ്ട്. എനിക്ക് വേഗം ആക്കണം. എനിക്ക് പുതിയ പെറ്റിനെ മേടിക്കണം. എന്താ വാ സുന്ദര? ഓക്കേ ലെറ്റ്സ് ഗോ ടോയ്സ്. ഡിഷ്കും ഡിഷ്കും ഡിഷ്കും. അടുത്ത സോംബികൾ വാടാ. ഡിഷ്കും ഡിഷ്കും. ടോയ്സിന്റെ പവർ. എടാ സുന്ദര, നിന്റെ പവറിലത് എന്റെ പവറാണ്. എന്റെ കലിയുടെ കണ്ണ് കണ്ടു, താറാവ് കണ്ണാണ്. ഇതൊക്കെ എന്ത് ടോയ്സ്? ഇതൊന്നും കൊള്ളൂല. ഇതിന് കണ്ണല്ല വേണ്ടത്, സ്കില്ലാണ് വേണ്ട. കണ്ടോ? ഓക്കെ ഗൈസ്, അപ്പൊ നമ്മൾ 6ാം സ്റ്റേജിലോട്ട് എത്തിയിട്ടുണ്ട്. അപ്പൊ ഇവിടെ നിന്ന് നമുക്ക് പോകാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഗൈസ് ഇവിടെ നമ്മൾ ഡിഫീറ്റ് ചെയ്തു.
ഗൈസ് അങ്ങനെ അവനെ നമ്മൾ ഡിഫീറ്റ് ചെയ്തു. ഞാൻ പറഞ്ഞില്ല ടോയ്സ് ഇതൊക്കെ ഈസി എന്നുള്ളത്. ഗൈസ് കണ്ടു ഗൈസ് നമ്മളങ്ങനെ 800 വിൻ അങ്ങനെ കളക്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്കുള്ള ഗൈസ് ഈ വെപ്പൺ മേടിച്ചേക്കാം. ഗൈസ് കണ്ടു ഗൈസ് ഇത് എന്ത് വെപ്പണാണ്? ഗൈസ് ഇത് ക്യാമറയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മുടെ പണ്ടത്തെ ക്യാമറ ഇല്ല ഗൈസ്, അതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അത് ടോയ്സ് അത് തന്നെ. അപ്പൊ നമുക്കൊരു കാര്യം ഗൈസ് ഇവിടെ വന്നൊന്ന് ഫയർ ചെയ്ത് നോക്കാം. ഗൈസ് കണ്ടു ഗൈസ് ക്യാമറയിൽ CD പോണത്. ഞാൻ പറഞ്ഞില്ല ടോയ്സ് അതാണ് സംഭവം എന്നുള്ളത്. സുന്ദര ശരിയാണ് സുന്ദര. അപ്പൊ നമുക്കുള്ള ഗൈസ് വേഗം തന്നെ ലെവൽ 11 നോക്കണം. അന്നേരം നമുക്ക് അടുത്ത സ്റ്റേജിൽ സോംബികളെ ഡിഫീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഗൈസ് നമുക്ക് റീബർത്ത് ചെയ്യണം. റീബർത്ത് ആണെങ്കിൽ നമുക്ക് ലെവൽ 12 ആവണം. അതേപോലെ നമുക്ക് 3 XP കിട്ടും. ഓക്കെ ലെറ്റ്സ് ഗോ ഗൈസ്. അങ്ങനെ നമ്മൾ ഫൈനലി ലെവൽ 11 ആയിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്കുള്ള ഗൈസ് ആ സ്റ്റേജിലേക്ക് ഒന്ന് പോയി നോക്കാം. അപ്പൊ ഇപ്പൊ നമുക്ക് ചിലപ്പോ അവന്മാരെ ഡിഫീറ്റ് ചെയ്യാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത്. നമുക്ക് എന്തായാലും പോയി നോക്കട്ടെ ഗൈസ്. ഓക്കെ ഗൈസ് അങ്ങനെ നമ്മൾ സ്റ്റേജ് 6 എത്തിയിട്ടുണ്ട്. ലെറ്റ്സ് ഗോ. ഇവന്മാരൊക്കെ നമ്മൾ ഭയങ്കര ഈസി ആയിട്ട് ഡിഫീറ്റ് ചെയ്യട്ടെ ഗൈസ്. കണ്ടോ ഗൈസ് അവനൊക്കെ ഒറ്റയടിക്കാൻ നമ്മൾ കൊന്നിട്ടുണ്ട്. അപ്പൊ അടുത്ത സ്റ്റേജ് 7 ആണ്. ഇതേതൊരു ഡെസേർട്ട് ഏരിയ എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ നമുക്ക് എന്തായാലും അവന്മാരെ ഡിഫീറ്റ് ചെയ്യാൻ പറ്റുമോ നോക്കാം. ഗൈസ് ഇവന്മാരൊക്കെ നമ്മൾ ഭയങ്കര സിമ്പിൾ ആയിട്ട് ഡിഫീറ്റ് ചെയ്തിട്ടുണ്ട്. ഗൈസ് കണ്ടോ നമുക്ക് 2K വിന്ന് കിട്ടിയിട്ടുണ്ട്. ഓക്കെ അപ്പൊ ഇത് ഞാൻ കളക്ട് ചെയ്തിട്ടുള്ള ഗൈസ് ഞാൻ കുറച്ച് പെറ്റിന് മേടിക്കാൻ പോണേ. അപ്പൊ നമുക്കുള്ള ഗൈസ് ഇപ്പൊ നമുക്ക് 2 പെറ്റിന് മേടിച്ചേക്കാം. പെറ്റിന് മേടിക്കുകയാണെങ്കിൽ ഗൈസ് നമുക്ക് കുറെ ഡാമേജ് ഒക്കെ കൂടുതൽ കിട്ടും. ഓക്കെ ലേസ് ഗു. അപ്പൊ ഞാൻ എന്തായാലും എഗ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഓക്കെ അപ്പൊ ഇപ്രാവശ്യം നമുക്ക് ഒരു കോഴിക്കുട്ടനാണ് കിട്ടിക്കണത്. അടുത്തത് നമുക്ക് ഇത് കിട്ടും നോക്കാം. ലേസ്കു ഗൈസ് നമുക്ക് തവളക്കുട്ടനെ കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഞാൻ ഗൈസ് ഇവന്മാരൊന്ന് എക്യുപ്പ് ചെയ്തിട്ട്. ഓക്കെ അപ്പൊ ഞാൻ എന്താ ഗൈസ് ഇവന്മാർ 2 പേര് അങ്ങനെ എക്യുപ്പ് ചെയ്തിട്ടുണ്ട്. ഓക്കെ അപ്പൊ അടുത്ത നമുക്ക് ഈ വെപ്പനാണ് മേടിക്കേണ്ടത്. ഈ പക്ഷിയുടെ പോലെ ഇരിക്കുന്ന വെപ്പൻ. പക്ഷെ അതിനുമുള്ള ഗൈസ് നമുക്ക് 2 എഗ്ഗും കൂടി മേടിച്ചിട്ട് നമുക്കൊന്ന് റീബർത്ത് ചെയ്തേക്കാം. ഓക്കെ ഗൈസ് അങ്ങനെ നമ്മൾ സ്റ്റേജ് 7 എത്തിയിട്ടുണ്ട്. ലേസ് ഗോ. ഇവന്മാരൊക്കെ കണ്ട ഗൈസ് നമ്മൾ ഭയങ്കര ഈസി ആയിട്ടാണ് ഡിഫീറ്റ് ചെയ്തേക്കണത്. അപ്പൊ ഈ സ്റ്റേജ് അല്ല ഗൈസ് ഈ 8ാം സ്റ്റേജ് ഇതിലും കൂടി നമുക്കൊന്ന് കയറി വെക്കാം. ഇവന്മാരെ നമുക്ക് നോ ഗൈസ് അവന്മാര് കുറച്ച് സീനാന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ ഞങ്ങളെ ഗൈസ് ഈ വിൻ അങ്ങനെ കളക്ട് ചെയ്തിട്ട് ഒരു 2 എഗ്ഗ് കൂടി മേടിക്കാൻ പറ്റും നോക്കട്ടെ. എന്നിട്ട് നമുക്ക് റീബർത്ത് ചെയ്യട്ടെ ഗൈസ്. അപ്പൊ ആദ്യത്തേക്ക് ഞാൻ മേടിച്ചിട്ടുണ്ട്. ഇതിൽ നമുക്ക് കോഴിക്കുട്ടിനാണ് കിട്ടിയത്. അടുത്തേക്ക് നമുക്ക് ഏത് കിട്ടും? ഗൈസ് അടുത്തേക്ക് നമുക്കൊരു മുയിലും കുട്ടനെ കിട്ടിയിട്ടുണ്ട്. ഗൈസ് ഇവന്റെ റയറാണ് കണ്ടോ. ലെറ്റ്സ് ഗോ. അപ്പൊ അവൻ നമുക്ക് കുറെ പൈസ വെച്ച് തരുന്നാണ് എനിക്ക് തോന്നുന്നത്. കണ്ടോ ഗൈസ് 1.5 തരും. അപ്പൊ ഞാൻ തരും എഗ് ബെസ്റ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്ക് റീബർത്ത് ചെയ്യാം ഗൈസ്. ഗൈസ് റീബർത്ത് ചെയ്യണമെങ്കിൽ നമ്മള് ലെവൽ 12 ആവണം. പക്ഷെ ലെവൽ 12 ഒക്കെ നമ്മൾ ഇപ്പാവുന്നാണ് എനിക്ക് തോന്നുന്നത്. ഇവിടെ സുന്ദര നീ ഇതിന് മേടിച്ചോ? ഇത് നല്ല പവറാണ് ട്ടോ. നീ എന്തായാലും ഇവനൊന്ന് യൂസ് ചെയ്തൊക്കെ. ഇവൻ അടിപൊളിയാണ്. ഓക്കെ ഗൈസ് അപ്പൊ നമുക്കൊന്ന് റീബർത്ത് ചെയ്തേക്കാം. ലെറ്റ്സ് ഗൈസ് അങ്ങനെ നമ്മൾ റീബർത്ത് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്കുള്ള ഗൈസ് പെട്ടെന്ന് നമ്മുടെ ലെവൽ കയറുന്നാണ് എനിക്ക് തോന്നുന്നത്. കണ്ടു ഗൈസ് നമ്മൾ എന്തൊരു സ്പീഡിലാണ് ലെവൽ കയറുന്നത് നോക്കിയേ. അപ്പൊ ഞങ്ങൾ ഗൈസ് കുറച്ച് ട്രോഫി കളക്ട് ചെയ്ത് വന്നിട്ട് നമ്മുടെ പഴയ വെപ്പൺസ് ഒക്കെ ഒന്ന് മേടിക്കട്ടെ. കണ്ടു ഗൈസ് അങ്ങനെ നമ്മൾ പഴയ വെപ്പൺ അങ്ങനെ പിന്നെ മേടിച്ചിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്കുള്ള ഗൈസ് സുന്ദരം മേടിച്ച ഈ വെപ്പണാണ് മേടിക്കാനുള്ളത്. ഓക്കെ ഗൈസ് അപ്പൊ അത് ഞാൻ അങ്ങനെ മേടിച്ചിട്ടുണ്ട്. ലെറ്റ്സ് ഗോ. അപ്പൊ ഇത് കണ്ട ഗൈസ് ഇത് നമുക്ക് ഒരു ക്ലിക്കില് 1.58K വെച്ച് കിട്ടുന്നുണ്ട്. അപ്പൊ ഇനി നമുക്കുള്ള ഗൈസ് ആ 2000 ട്രോഫി കിട്ടുന്ന സ്റ്റേജിൽ നിന്ന് അപ്പുറ സ്റ്റേജിലേക്ക് എത്താൻ പറ്റുന്നതാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ ലെറ്റ്സ് ഗോ. അപ്പൊ ഞാനുള്ള ഗൈസ് ലെവൽ ഒന്ന് 15 ആക്കട്ടെ. എന്നിട്ട് നമുക്ക് പോവാം. എന്താണ് സുന്ദര? സുന്ദര നീ ഇതൊക്കെ മേടിച്ചല്ലേ? എന്റെ ഒത്തിരി ട്രോഫി ടോയ്സ്. ഞാനിതിൽ ഏറ്റവും വലിയ വെപ്പൺ മേടിക്കാൻ പോവാണ്. ആണോ സുന്ദര? അതെ ടോയ്സ് അതെ. ടോയ്സ് അപ്പൊ നമുക്ക് ഒരുമിച്ച് സോംബികളെ ഡിഫീറ്റ് ചെയ്യാൻ പോയല്ലോ. ആടെ സുന്ദര ഇത് ഞാൻ അങ്ങോട്ട് പറയായിരിക്കായിരുന്നു. എന്നാ ബാ ടോയ്സ്. കണ്ടു ടോയ്സ് നമ്മൾ 2 പേരും കൂടി കഴിഞ്ഞാൽ ഈ ലോകത്തെ എല്ലാ സോംബികളും നമുക്ക് ഡിഫീറ്റ് ചെയ്യാൻ പറ്റും. അതെ സുന്ദര നീ പറഞ്ഞ സത്യാണ്. ഓക്കെ ലെറ്റ്സ് ഗോ. അങ്ങനെ നമ്മൾ 6ാം സ്റ്റേജ് എത്തിയിട്ടുണ്ട്. ഇവിടെയുള്ള ഗൈസ് ഇവിടെയൊക്കെ നമ്മൾ ഭയങ്കര ഈസി ആയിട്ട് ഇവന്മാരെ ഡിഫീറ്റ് ചെയ്യും. കണ്ടോ ഗൈസ് അടുത്തത് 7ാം സ്റ്റേജ് ആണ്. ഇവന് നമ്മളങ്ങനെ ഡിഫീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അടുത്ത സ്റ്റേജ് ആണ് ഗൈസ് 8ാം സ്റ്റേജ്. അപ്പൊ ഇത് നമുക്ക് ഡിഫീറ്റ് ചെയ്യാൻ പറ്റുമോന്ന് അറിയില്ല. നമുക്ക് എന്തായാലും നോക്കി നോക്കാം. ഗൈസ് കണ്ടോ ഗൈസ് ഇവന്മാര് നമ്മൾ ഭയങ്കര ഈസി ആയിട്ട് ഡിഫീറ്റ് ചെയ്തിട്ടുണ്ട്. ഗൈസ് കണ്ടോ ഗൈസ് ഇവിടെ നമുക്ക് 7K വിന്ന് കിട്ടും. അപ്പൊ അതിനു മുമ്പ് ഗൈസ് ഞാൻ ഇവന്മാരെ ഡിഫീറ്റ് ചെയ്യാൻ പറ്റുമോ നോക്കട്ടെ. ഗൈസ് അവന്മാരെ ഡിഫീറ്റ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നില്ല ഗൈസ്. ഞാൻ എന്തായാലും ഈ 7.5K വിന്ന് കളക്ട് ചെയ്തിട്ട് പുതിയ വെപ്പൺ മേടിക്കാൻ പോവാണ്. ഗൈസ് ഇതാണ് സുന്ദരന്റെ വെപ്പൺ എന്നാണ് തോന്നുന്നത്. അങ്ങനെ അത് ഞാൻ അങ്ങനെ മേടിച്ചിട്ടുണ്ട്. ലെറ്റ്സ് ഗോ. അപ്പൊ ഇനി നമുക്കുള്ള ഗൈസ് കുറച്ച് ലെവൽ കയറ്റിട്ട് പോവാം. ഗൈസ് കണ്ടു ഗൈസ് ഇത് ലേസർ ആണ്. വെറുതെ സുന്ദരൻ പറഞ്ഞത് അടിപൊളി വെപ്പണാന്നുള്ളത്. ഓക്കെ അപ്പൊ നമ്മൾ പെട്ടെന്ന് തന്നെയുള്ള ഗൈസ് ലെവലൊക്കെ കേറുന്നുണ്ട് കണ്ടു. അപ്പൊ ഇനി നമുക്ക് റീബർത്ത് ചെയ്യണോ ഗൈസ്? നമുക്ക് കുറച്ചേരം കഴിഞ്ഞ് റീബർത്ത് ചെയ്യാം. അതാണ് നല്ലത്. ഈ ഗണ്ണ് വെച്ച് നമുക്ക് എവിടെ വരെ പോകാൻ പറ്റും നോക്കാം. ഓക്കെ ഗൈസ് അങ്ങനെ നമ്മൾ ലെവൽ 20 ആയിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്കുള്ള ഗൈസ് ഇവിടുത്തെ എല്ലാ സോംബികളും കൊല്ലാൻ പറ്റും നോക്കാം. ഓക്കെ ലേസ്കോ സ്റ്റേജ് 2 ഞാൻ അങ്ങനെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്ത സ്റ്റേജ് 3 ലേസ്കോ അത് ഞാൻ അങ്ങനെ ഡിഫീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്ത സ്റ്റേജ് 4 ഓക്കെ ഡിഷ്കും ലേസ്കോ ഗൈസ് അത് നമ്മൾ അങ്ങനെ ഡിഫീറ്റ് ചെയ്തിട്ടുണ്ട്. അടുത്ത സ്റ്റേജ് 5 ഇതൊക്കെ ഭയങ്കര ഈസി ആണ് ഗൈസ്. നമുക്ക് ഏറ്റവും അവസാനത്തോട്ടാണ് എത്തേണ്ടത്. അപ്പൊ ഞാൻ ഗൈസ് ഇമാരൊന്ന് ഡിഫീറ്റ് ചെയ്തിട്ട് അങ്ങോട്ട് എത്തട്ടെ ഗൈസ്. അപ്പൊ ഇതാണ് ഗൈസ് നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം പറ്റാതിരുന്ന സ്റ്റേജ്. അപ്പൊ ഇത് നമുക്ക് ഡിഫീറ്റ് ചെയ്യാൻ പറ്റുമോ നോക്കാം. ലേറ്റ്സ് ഗോ. കണ്ട ഗൈസ് ഇവനെ നമ്മൾ അങ്ങനെ ഈസി ഡിഫീറ്റ് ചെയ്തിട്ടുണ്ട്. ലേറ്റ്സ് ഗോ. അപ്പൊ ഇവിടെ നമുക്ക്
25,000 വിന്ന് കിട്ടും. അതിന് മുമ്പ് ഗൈസ് ഞാൻ ഇവിടെ കയറി നോക്കട്ടെ. ഗൈസ് ഇത് ഇത്തിരി പ്രശ്നമാണ്, ഇത് നല്ല പ്രശ്നമാണ്. അവന്മാരെ ഡിഫീറ്റ് ചെയ്യണമെങ്കിൽ ഗൈസ് നമുക്ക് കുറച്ചും കൂടി നല്ല വെപ്പൺ വേണം, എന്നാലും നമുക്ക് ഡിഫീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ഞാൻ ഗൈസ് ഈ വിൻ അങ്ങനെ കളക്ട് ചെയ്തിട്ട് ഇവിടുന്ന് പുതിയ വെപ്പൺ മേടിക്കാൻ പറ്റും നോക്കട്ടെ. പുതിയ വെപ്പൺ അങ്ങനെ മേടിച്ചിട്ടുണ്ട്. ഗൈസ് കണ്ടു ഗൈസ്, നമ്മൾ ഈ വലിയ വെപ്പൺ അങ്ങനെ മേടിച്ചിട്ടുണ്ട്. ലേറ്റ്സ് ഗോ. സുന്ദര കണ്ടു സുന്ദരന്റെ തോക്ക്. എനിക്ക് വേണം ടോക്സി ആ തോക്ക്, ഞാൻ മേടിക്കാൻ പോവാ. ഓക്കേ ലേറ്റ്സ് ഗോ. അങ്ങനെ നമ്മൾ സ്റ്റേജ് 9 എത്തിയിട്ടുണ്ട്. അപ്പൊ അടുത്ത സ്റ്റേജിലാണ് അവന്മാരുള്ളത്. ലേറ്റ്സ് ഗോ. ഇവന്മാരെ പക്ഷെ നമുക്ക് തോപ്പിക്കാൻ ഗൈസ് കണ്ടു ഗൈസ്, അവന്റെ ഒറ്റയടിക്കാൻ നമ്മൾ ഡെഡ് ആയിട്ടുണ്ട്. അപ്പൊ എനിക്ക് തോന്നുന്നില്ല ഗൈസ്, അവരെ ഡിഫീറ്റ് ചെയ്യാനായിട്ട് നമുക്ക് നല്ല ലെവലുള്ള വെപ്പണും അതേപോലെ തന്നെ നല്ല ലെവലും വേണം, എന്നാലും നമുക്ക് അവനെ ഡിഫീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ഗൈസ് ഈ കുഞ്ഞു വീഡിയോ ഞാൻ ഓടിച്ച് വൈൻഡപ്പ് ചെയ്യാണ്. അപ്പൊ എല്ലാവർക്കും ടാറ്റാ.